വെള്ളിയാഴ്ച റിലീസ് ചെയ്ത പത്തേമാരി നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിന്റെ സംവിധായകൻ സലീം അഹമ്മദാണ് ഇന്ന് നമ്മോടൊപ്പം ധൂമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ധൂമിലേക്ക്. വളരെയധികം സന്തോഷമുണ്ട്. തിയേറ്ററുകളിൽ നിന്നും സിനിമ നിരൂപകരിൽ നിന്നും സാധാരണക്കാരായ പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്നത് വളരെ നല്ല അഭിപ്രായമാണ്. ആദാമിൻ്റെ മകൻ അബു, കുഞ്ഞനന്ദൻ്റെ കട, ഇപ്പോൾ പത്തേമാരി. ഒരിക്കലും സലീം അഹമ്മദ് എന്ന സംവിധായകൻ്റെ ചിത്രം ഒരു ഫാൻറ്റസി അല്ല, ജീവിതത്തിന് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സംവിധായകനാണ്. എന്ത് തോന്നുന്നു? എൻ്റെ മുൻകാല 2 സിനിമകളേക്കാൾ പത്തേമാരി എന്താ പറയുക നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് അത്രത്തോളം ആളുകൾ സ്വീകരിക്കപ്പെടുന്നു. ഇപ്പം നമ്മൾ സിനിമ എഴുതുന്നതും സിനിമ സംവിധാനം ചെയ്യുന്നതും ഒക്കെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ കണ്ടിട്ടാണ്. അപ്പോൾ അവർ ആ സിനിമയെ ഉൾക്കൊള്ളുക, ആ സിനിമ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പ്രവാസത്തിൻ്റെ കഥയാണ് പറയുന്നത്. നമ്മൾ മുൻപും പല സിനിമകളിലും പ്രവാസം പ്രമേയമായിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്ര യാഥാർത്ഥ്യത്തെ അതേപടി അഭ്രപാളികളിൽ പകർത്തുമ്പോഴായിരിക്കും അത് ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരു ഗൾഫുകാരനെങ്കിലും ഇല്ലാത്ത ഒരു അയൽപ്പക്കം ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് ഓരോരുത്തർക്കും അവരവരുടെ നൊമ്പരമായിട്ടത് മാറുന്നുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ പത്തേമാരിയെ ഇത്ര വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുന്നത്. എന്നോട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര കാലം ഗൾഫിലുണ്ടായിരുന്നു, എത്ര വർഷം പ്രവാസിയായിരുന്നു എന്നൊക്കെ. സത്യത്തിൽ ഞാൻ പ്രവാസിയല്ല, ഞാനൊരു പ്രവാസിയായിരുന്നു. അതുകൊണ്ട് എനിക്കതിൽ പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നാറുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു രവിയേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം കുഴപ്പമില്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ട ഒരു നല്ല ജാനബാഹുവായിട്ടുള്ളൊരു മനുഷ്യൻ, വളരെ സന്തോഷത്തോടെ ജീവിച്ചൊരു മനുഷ്യനെ ദുബായിൽ വെച്ചിട്ട് ഞാൻ കാണുന്നത് ഒരു സാധാരണ ഒരു വർക്കറായിട്ടാണ്. എന്നെ കാണുമ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ വിഷമം, കാരണം ഞാനിത് നാട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയോടോ കുട്ടികളോടോ പറയുമെന്നുള്ള നാട്ടുകാരിയായ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ അയൽവാസിയെ കാണുന്ന ഒരു സന്തോഷത്തിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മുഖം ഇരുണ്ടുപോയി. ശരിക്കും എനിക്ക് ശ്രീ സലീം അഹമ്മദ് താങ്കളുടെ സിനിമ കാണുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഓർമ്മ വരുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു സുഹൃത്തിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ നിന്ന് അളിയൻ വന്നു. അപ്പോൾ അളിയൻ വന്നു കഴിഞ്ഞിട്ട് അളിയൻ ഒരു സ്ഥലത്ത് റൂം വാടകയ്ക്കൊക്കെ എടുത്ത് താമസിപ്പിച്ചിരിക്കുക. പുള്ളി വൈകുന്നേരം വരും, രാത്രി പോവും. അപ്പോൾ ഇയാൾക്ക് തന്നെ ദേഷ്യം തോന്നി അളിയന്. ഇയാളെന്താ ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അറിയാതെ ഇയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി. അപ്പം പറഞ്ഞ് കണ്ട കാഴ്ച ഭീകരമാണ്, 10-15 പേരും കിടക്കുന്ന ഒരു മുറിയിലാണ് പുള്ളി കിടക്കുന്നത്. അപ്പോൾ അത് അറിയിക്കാതെ പുള്ളിയെ ലോഡ്ജിൽ വേറൊരു സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുക. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അൽക്കൂസിലൊക്കെ ക്യാമ്പുകളിലൊക്കെ ആളുകൾ എങ്ങനെയാണ് താമസിക്കുന്നത്, ഒന്നിനും ഇതായി പഴകിയ, ഈ സിനിമകളിൽ തന്നെ പറഞ്ഞ പഴകിയ ഒരു കയറ്റുകെട്ടിലൊക്കെ കിടക്കുന്ന അനുഭവം. അത് സിനിമയിലൂടെ ഡയലോഗ് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ 4-5 കക്കൂസുള്ള വീട് പൂട്ടിയിട്ടിട്ട് അവിടെ കക്കൂസിന് ക്യൂ നിൽക്കുക. ശരിക്കും അങ്ങനെയുള്ള ഒരുപാട് പേരുകളുണ്ട്. നാട്ടിൽ 4 നിലയുള്ള വീട്, മനോഹരമായ വീട് വെച്ചിട്ട് അവരവിടെ താമസിക്കുക. ഈ പ്രവാസം എന്ന് പറയുന്നതിൽ ഇത് നാരായണൻ പറയുന്നത് പോലെ ഈ കൈവെള്ളയിൽ പറ്റിയ ചക്ക വെളിഞ്ഞു പോലെയാണെന്ന് പറയുന്നില്ല. അത് തിരിച്ച് എല്ലാവരും ആരും സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. അവരുടെ ഓരോരോ ആവശ്യങ്ങൾ, വീടെടുക്കുക, എല്ലാവരും മകളുടെ ഒരു കല്യാണം കഴിപ്പിക്കുക എന്ന് പറയും. പക്ഷേ ഓരോന്ന് കഴിയുമ്പോൾ, അതായത് വീടെടുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ കടമുണ്ടാവും. അതെടുത്ത് ആ കടം തീർക്കാനാകുമ്പോഴേക്കും വളർന്നിട്ടുണ്ടാവും, അവളുടെ കല്യാണം. അതിങ്ങനെ 5 വർഷമായി, 10 വർഷമായി, 20 വർഷമായി, ജീവിതകാലം മുഴുവൻ. പിന്നെ ഒരു 30-40 വർഷം അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. കുറേ ആളുകളുണ്ട്, എനിക്കറിയാവുന്ന ആളുകൾ തിരിച്ചു വരും. അവർ തിരിച്ചു വന്നിട്ട് ഇവിടെ സെറ്റിലാവാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ടൊരു 3-4-5 മാസം നിൽക്കുമ്പം മനസ്സിലാവാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ തിരിച്ചു പോകുക, അതൊന്ന് ഇവിടുത്തെ, അതായത് ഇവിടെയുള്ള ജോലിയായിട്ട് അയാൾക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഈ കുടുംബത്തിലും നാട്ടിലും ഉണ്ടായിരുന്ന ഗൾഫുകാരൻ എന്ന് പറയുമ്പോൾ ഈ 2 മാസം അയാൾ നാട്ടിൽ പിന്നെ താമസിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു സ്വീകാര്യത ആയിരിക്കില്ല ഈ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ. ആറ്റിറ്റ്യൂഡുകൾ മാറും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഗൾഫുകാരൻ വന്നു കഴിഞ്ഞാൽ തന്നെ സാധാരണ കേൾക്കുന്നത് എന്നാ പോകുന്നത് എന്നുള്ള ആ ചോദ്യമുണ്ട്. അതെ. ഇതിൽ 60കളും 70കളും ഒക്കെ കടന്നു വരുന്നുണ്ട്. ഈ ഒരു കാലം പുനരാവിഷ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. മധു അമ്പോട്ടനെ പോലുള്ളൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ കൂടെയുണ്ട്. എങ്കിലും നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു സംവിധായകൻ്റെ മനസ്സിൽ ഇത് കൺസീവ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിപ്പം കാലം എന്ന് പറയുന്നതിൽ നമ്മളെടുത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ സിനിമകളിലും കാലം വർക്ക് ചെയ്യുന്ന സമയത്ത് പുറകിലോട്ട് കളർ, അതായത് പഴയ കാലം കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പം നമ്മളിതിലെടുത്ത തീരുമാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പിന്നെ ഇയാളുടെ മനസ്സ് ഏറ്റവും കളർഫുള്ളായിരുന്നത് അയാളുടെ യുവത്വമാണ്. അപ്പം അയാളുടെ യുവത്വമാണ് ഈ സിനിമയിൽ ഏറ്റവും കളർഫുള്ളായിട്ട് കാണിക്കുന്നത്. പിന്നെ കളർ മങ്ങി
എന്താ പറയുക കളറില്ലാതാവുക അയാളുടെ ഈ ഇന്നത്തെ കാലഘട്ടം എത്തുമ്പോൾ. ആ രീതിയിലാണ് ഒരു കളർ പാറ്റേൺ ചെയ്തു പോയിരിക്കുന്നത്. രണ്ട്, നമ്മൾ ഫ്രെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാളുടെ 65 വർക്ക് ചെയ്തിരിക്കുന്നത് അധികവും ക്ലോസപ്പ് ഷോട്ടുകളാണ്. പിന്നെ ഇയാൾ അകന്നകന്ന് പോയിട്ട് ഒറ്റപ്പെടുകയാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടം വർക്ക് ചെയ്യുന്നതിൽ മാക്സിമം വൈഡൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കാലം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീം ഉണ്ടാക്കി. ആദ്യം കുറച്ച് അസിസ്റ്റൻസിനെയൊക്കെ വെച്ച് റിസർച്ച് നടത്തി. അതിൽ കോസ്റ്റ്യൂം ആണെങ്കിലും ആർട്ട് പ്രോപ്പർട്ടി ആണെങ്കിലും, അപ്പോൾ അതിലൊക്കെ ഒരു സമീറ സനീഷിൻ്റെയും ജ്യോതിഷ് ശങ്കറിൻ്റെയൊക്കെ ഒരു സംഭാവന വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടം വർക്ക് ചെയ്യുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പിന്നെ അനിയത്തി പ്രാവ് കാണുന്ന സമയത്ത് ആ കുട്ടിയിട്ടിരിക്കുന്ന ചുരിദാർ, അങ്ങനെ അതിൻ്റെ പിന്നിലൊരു റിസർച്ചും അവരുടെയൊക്കെ ഒരു വളരെ വലിയൊരു കോൺട്രിബ്യൂഷനും ഉണ്ട്. അങ്ങനെയാണ് നമുക്കതൊക്കെ ഒന്ന് മനോഹരമാക്കാൻ കഴിഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ 80 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആ ഗൾഫുകാരൻ കൊണ്ടുവരുന്ന പെട്ടി, ഇത് പലരും പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇന്നാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ പെട്ടി 80കളിലൊരു ആ പെട്ടി അതൊരു ക്യാരക്ടറാണ്. അപ്പം ഞങ്ങളത് പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് പോയി. ഈ ഗൾഫുകാർ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്, ചാവക്കാട്, എൻ്റെ നാട്ടിലാണെങ്കിൽ പാനൂർ എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് ഇങ്ങനെയുള്ള പെട്ടികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആളുകളുണ്ടോ എന്ന് അന്വേഷിച്ചു. ആ വീടുകളിൽ നിന്ന് പെട്ടി കളക്ട് ചെയ്തു. അതുപോലുള്ള പെട്ടി പിന്നെ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഇതിൽ ചെയ്തിരിക്കുന്നത്. വഴികളാണെങ്കിലും വീടാണെങ്കിലും. ഇപ്പം ഈ സിനിമയിൽ പള്ളിക്കൽ നാരായണൻ്റെ വീടുണ്ട്. ആ വീട് ഗൾഫുകാരൻ്റെ വീടെന്ന് പറയുന്ന ഒരു കഥാപാത്രം. അതായത് അയാൾ പോകുന്ന കാലത്ത് ഒരു കൊച്ചു വീടാണ്. പിന്നെ അയാളതൊന്ന് പുതുക്കി പണിയും. ഓട് വീടാണെങ്കിൽ അതിൻ്റെ കിച്ചൺ പൊളിച്ചിട്ട് അയാൾ ആദ്യം ടെറസാക്കും, പിന്നെ ഫ്രണ്ട് ടെറസാക്കും. ഈ വളർച്ച അല്ലെങ്കിൽ ഈ മാറുന്നത് ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നുണ്ട് സിനിമയിൽ. അതെല്ലാം സെറ്റാണ്. നമ്മൾ എല്ലാം അയാളുടെ വീടാണെങ്കിലും തൊട്ടടുത്തുള്ള വീടാണെങ്കിലും അയാൾ പുതുതായിട്ട് എടുക്കുന്ന വീടാണെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ജ്യോതിഷ് ശങ്കർ എന്ന് പറയുന്ന ഒരു ആർട്ട് ഡയറക്ടർ ഒരു എന്താ പറയുക അതിനായിട്ട് അർപ്പിച്ചിട്ട് അല്ലെങ്കിൽ അത് നന്നാക്കാൻ വേണ്ടിയുള്ള മാക്സിമം ഒരു ശ്രമം. ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഒരു ടീം വർക്ക്. എനിക്കൊരു നല്ല ഫോട്ടോഗ്രാഫർ ഉണ്ട്, മധു അമ്പാട്ടിനെ പോലുള്ള ഒരാളുണ്ട്. ശബ്ദത്തിന് എനിക്ക് റസൂൽ പൂക്കിട്ടിയുണ്ട്. വിജയ് ശങ്കറാണ് എൻ്റെ കഴിഞ്ഞ 3 സിനിമകൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. വിജയ് ശങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ ഇറങ്ങിയാൽ അയാൾ 100% സിനിമയിലാണ്. പുള്ളി ഓരോ സീനും കണ്ടിട്ട് രാത്രിയിലൊക്കെ പുള്ളിക്ക് ഫീൽ ചെയ്തിട്ട് കരഞ്ഞിട്ടൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക സിനിമയെ സ്നേഹിക്കുന്ന ഒരു പറ്റ ആളുകളുടെ ഒരു കൂട്ടായ്മ. ഇതിൻ്റെ താരങ്ങളെടുക്കാം. ഓരോരുത്തരും ഒരു താരം. ഇപ്പം ഞാൻ ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സലീം കുമാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഹജ്ജിന് പോകാൻ പറ്റുമോ. അപ്പം സലീം കുമാർ എന്ന് പറയുന്ന ആളെ എന്നോട് അങ്ങനെ ചോദിക്കണമെങ്കിൽ അത് ചോദിക്കുന്നത് സലീം കുമാറല്ല, അബുവാണ്. അപ്പം അതിലത്രത്തോളം അയാൾ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് അത് കഥാപാത്രമായിട്ട് വരിക. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ മമ്മൂക്കയുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതായത് അയാൾ വീട്ടിലേക്ക് കയറി വരുന്നൊരു സീനുണ്ട്. അതായത് അപ്പം ഇവള് ചുമരുചാരി നിൽക്കുക. അപ്പോൾ ഞങ്ങളത് എടുത്ത് ഷൂട്ട് ചെയ്ത സമയത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നോട് പറഞ്ഞു, അതൊന്നും നമുക്ക് റീടേക്ക് ചെയ്യാം, ഇനി പുള്ളി ഞാനൊന്ന് തൊടാം. മമ്മൂക്ക പറഞ്ഞിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അപ്പം മമ്മൂക്കയ്ക്ക് അങ്ങനെ പറയണമെങ്കിൽ മമ്മൂക്ക 100% നാരായണനായിട്ടുണ്ട്. നാരായണൻ മാത്രമല്ല, അപ്പം നാരായണൻ്റെ മനസ്സിൽ അയാൾ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരിക. അങ്ങനെ ഒരാളായി മാറുമ്പോഴാണ് എന്താ പറയുക അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ അത് 100% മമ്മൂക്കയുടെ മമ്മൂക്ക നാരായണനായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുന്ന സീൻ, ആ സീനിൽ ഇയാൾ വെള്ളം ഇറക്കുന്നുണ്ട് വളരെ മൈന്യൂട്ടായിട്ട്. അത് മമ്മൂക്ക മീൻസ് അത് വരിക അറിയാതെ വരിക. അതൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടൻ ഒരു കഥാപാത്രമായിട്ട് മാറുന്നതിൻ്റെ പാരമ്പര്യത്തിൽ ഉണ്ടാവുന്നത്. അത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സിനിമയിൽ മമ്മൂക്കയില്ല, പള്ളിക്കൽ നാരായണൻ മാത്രമേ ഉള്ളൂ. ഇവിടെയും ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ പോയ അല്ലെങ്കിൽ ഒരു നിശബ്ദ വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം. 60കളിൽ അല്ലെങ്കിൽ 65 കാലഘട്ടത്തിൽ നിന്ന് ഇവിടുന്ന് ഗൾഫിലേക്ക് കുടിയേറിയ ആളുകൾ, ഇങ്ങനെയുള്ളൊരു 10-20ഓളം ആളുകളെ ഞാൻ കാണുകയും അവരുടെ എല്ലാം വീടുകളിൽ പോയി അവരുമായിട്ട് നിരന്തരമായി സംസാരിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമയുടെ ഒരു റിസർച്ചിൻ്റെ സമയത്ത്. അപ്പോൾ ഇവരോടൊക്കെ ഈ യാത്ര എന്ന് പറയുന്നത് സിനിമയിൽ ലാഞ്ചി വേലായുധൻ പറയുന്നത് പോലെ അവിടെ എത്തും എന്നുള്ളതിനുള്ള ഒരു ഉറപ്പുമില്ല. എത്തി വേലായുധൻ മാത്രമായിട്ട് ബാക്കിയാവില്ല എന്ന് അയാൾ പറയുന്നത്. അപ്പോൾ ഈ യാത്ര, ഇങ്ങനെയുള്ളൊരു യാത്രയ്ക്ക് തയ്യാറാവുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥ ഞാൻ എല്ലാവരോടും ചോദിച്ചു, എന്തിന് അന്ന് നിങ്ങൾ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തേ പോവാന്നുള്ളത്. അപ്പോൾ അവർ കേട്ടറിഞ്ഞൊരു ഗൾഫുണ്ട്. ആ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്നും വീട്ടിലെ പട്ടിണി മാറുമെന്നും പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ ആണ് ഇവർ പോകുന്നത്. ഇവർക്കറിയില്ല അവിടെ ചെന്നിറങ്ങിയാൽ എന്താണ്. അതാണ് പത്തേമാരി പാട്ടിൽ മനോഹരമായിട്ട് റഫീഖ് അഹമ്മദ് എഴുതിയിരിക്കുന്നത്. അവിടെ പിന്നെ തേനൊഴുകുന്ന പുഴകളുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല.
എന്താണ് അവിടെ എന്ന് ഇവരങ്ങ് ഇറങ്ങുകയാണ്. അപ്പം അത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് കാണുന്ന ഈ സമ്പത്തിനും ഈ ഗൾഫിൻ്റെ ആണെങ്കിലും മൊയ്തീൻ പറയുന്നത് പോലെ ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ അവിടുന്ന് കയറി വന്നപ്പോൾ കേരളം രക്ഷപ്പെട്ടു. ഇവിടെ വന്നിറങ്ങിയപ്പോൾ നമ്മളും ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഈ നാടും രക്ഷപ്പെട്ടു, നമ്മളോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വന്ന ആളുകൾ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താതെ പോയ ഇങ്ങനെ ആളുകളെ ഒന്ന് ഓർമ്മിക്കുക. അവരൊന്ന് ഇങ്ങനെയായിരുന്നു നമ്മൾ പണ്ട് പോയിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ കാണുന്ന ഒരു സമ്പത്ത് അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളത് ആളുകളൊന്ന് ഓർമ്മിപ്പിക്കുക. അങ്ങനെ കൂടി ഈ സിനിമയ്ക്ക് പിന്നിൽ അതാണ് ഞാൻ ഈ സിനിമ 65 കാലഘട്ടങ്ങളിൽ പറഞ്ഞു തുടങ്ങുന്നത്. നാരായണൻ മൊയ്തീൻ ചോദിക്കുന്ന പോലെ ആരായിരിക്കും ഈ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ മലയാളി? ഞാനും ചോദിച്ചത് ആദ്യം എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, എൻ്റെ ഈ റിസർച്ചിൽ ഞാൻ ചോദിച്ചു ആരായിരിക്കും. അപ്പോൾ അത് ആദ്യം അവിടെ പിന്നെ പോയിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ബേപ്പൂരിൽ അറബികൾ ഈ പത്തേമാരികൾ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവർ ഈ പത്തേമാരി ഉണ്ടാക്കുന്നത് 3-4 മാസം ഇവിടെ താമസിച്ചിട്ടാണ്, അല്ലെങ്കിൽ ചില 6-10 മാസം വരെ താമസിച്ച ആളുകളുണ്ട്. അപ്പോൾ ഇവരിവിടെ താമസിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ആ സമയത്ത് കൂടെ ഭക്ഷണം ഉണ്ടാക്കാൻ കൊടുത്ത ആൾ, അല്ലെങ്കിൽ അയാളുടെ ആ പരിചയത്തിലുള്ള ആളുകൾ, ചിലർ കല്യാണം കഴിച്ചിട്ട് ഭാര്യമാരായിട്ടും കൊണ്ടുപോയിട്ടുണ്ട്. അവിടെയാണ് ഈ ആദ്യമായിട്ട് ഈ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ആളുകൾ പോയി തുടങ്ങിയിരിക്കുന്നത്. അത് കൂടുതലും വന്നത് അന്ന് സൗദി അറേബ്യയിൽ നിന്നാണ്. കാരണം ഈ അത്രത്തോളം സാമ്പത്തികമായിട്ട് പിന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ UAE ഈ രാജ്യങ്ങളായിട്ടില്ല, സൗദി അറേബ്യ. ഇന്നും സൗദി അറേബ്യയിൽ ചില അറബികളുടെ പേരിൻ്റെ കൂടെ ഇപ്പം അബ്ദുൽ ഖാദർ സക്കീർ ഹുസൈൻ മൽബാരി കാണാം. ഈ മൽബാരി എന്ന് പേര് വരുന്ന ആളുകളുടെ പിന്തുടർച്ചക്കാർ മലയാളികളാണ്. ഇവിടുന്ന് പോയ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതോ അല്ലെങ്കിൽ ഇവിടുന്ന് പോയ ഒരു പുരുഷൻ കല്യാണം കഴിച്ചതിൻ്റെ ഒരു എന്താ പറയുക പാരമ്പര്യം ആ കുടുംബത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് സൗദി അറേബ്യയിലുണ്ട്. പത്തേമാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബിജുപാലിൻ്റെ ഒരു സംഗീതം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു സിനിമയ്ക്ക് ഒരു ജീവൻ നൽകുന്നത് അതിലെ സംഗീതമാണ്. എത്ര ഹൃദയസ്പർശിയായിട്ടുള്ള കഥയാണെങ്കിൽ പോലും ഒരു മുഴച്ചു നിൽക്കുന്ന ഒരു സംഗീത സംവിധാനം ഉണ്ടെങ്കിലോ പശ്ചാത്തല സംഗീതം ഉണ്ടെങ്കിലോ നമുക്ക് ആ സിനിമ അരോചകമായിട്ട് തോന്നാം. ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്കൊരു ജീവിതമാണ് അനുഭവിച്ചറിയാൻ പറ്റുന്നത്, അല്ലാതെ ഇതൊരു സിനിമ കണ്ടിറങ്ങുന്ന ഒരു ഇതല്ല. എല്ലാവരുടെയും കണ്ണുകൾ നനയുന്നതും അതുകൊണ്ടായിരിക്കും. വിജി ഓരോ കാലഘട്ടത്തിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു മ്യൂസിക് അത് കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഗൾഫുകാരൻ്റെ വണ്ടി പിന്നെ കവലയിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളും അറിയാതെ 80കളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ കണ്ട 80കളിലെ സിനിമകളൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീം, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ആളുകളുടെ എന്താ പറയുക ഒരുപാട് കാലത്തുള്ള പ്രയത്നം. ഇത് ചെറിയൊരു സമയം കൊണ്ടൊന്നുമല്ല വിജയ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സിനിമ നേരത്തെ പിന്നെ നമുക്ക് 4-5 ആഴ്ച മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അപ്പം റസൂൽ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി സമയം കൊടുത്തു. അപ്പം അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തന്നെയാണ്, ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. നമുക്ക് തീരുമാനമെടുക്കാം. അപ്പം നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സിനിമ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിന് കാത്തിരിക്കാൻ പറ്റുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് നമുക്കതിൻ്റെ ഒരു പെർഫെക്ഷനിൽ സിനിമ തിയേറ്ററിലെത്തിക്കാൻ പറ്റും. ഇതിൽ നായിക ജുവൽ മേരിയെക്കുറിച്ച് നമുക്ക് പരാമർശിക്കാതെ പറ്റില്ല. കാരണം അത്ര ആ കാലഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നായിക. ജുവൽ ഒരിക്കലും ആ കുട്ടി ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ് ഇതെന്ന് പറയില്ല. പിന്നെ ഒന്ന് അവരാ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ജുവൽ സാരി ഉടുക്കാറില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി അവർ സാരി ഉടുത്ത് പഠിച്ചതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു സ്ത്രീ അടുക്കളയിൽ സാരി ഉടുത്തിട്ട് ഭക്ഷണമൊക്കെ പിന്നെ അത് ഫോൺ ചെയ്യുക, പിന്നെ അവൾ ലാസ്റ്റ് ഈ 2014-15 കാലഘട്ടത്തിൽ ഫോൺ ചെയ്യുന്ന സമയത്ത് അവൾ പിന്നെ ആ സാരി ഉപയോഗിക്കുക. അതായത് പുതിയൊരാൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ സാരി മാറിക്കിടക്കും. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾ ശരീരത്തിലൊരു അവയവം പോലെ കൊണ്ടുവരും. ആ രീതിയിലാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ പല കാലഘട്ടങ്ങളിലും അവർ ചെയ്തിരിക്കുന്ന സൗണ്ട് മോഡുലേഷൻ, പിന്നെ അവരുടെ എന്താ പറയുക നടത്തത്തിലും ഇരുത്തത്തിലും വരുന്ന മാറ്റം. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പല ഷെഡ്യൂളായിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യുന്നത്. അപ്പം അവർ ഫിസിക്കലി അപ്പം അത് നമ്മളോട് ഇപ്പം പിന്നെ 80 ചെയ്തിട്ട് ആ സമയത്ത് ജോലി അഭിനയിക്കും. ജോലിനോട് പറയേണ്ട അടുത്ത ഷെഡ്യൂൾ വരുമ്പോഴേക്കും കുറച്ചുകൂടെ തടിക്കണം, ഒരു വീട്ടമ്മയാവണം. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് എന്താ പറയുക ഫിസിക്കലിയും മാറാനുള്ള ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു 100% പെർഫെക്ഷൻ എത്തിയത്. ഈ സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ പറഞ്ഞത്, അദ്ദേഹം കുറിച്ചിട്ടത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിളിക്കുമ്പോൾ വല്ല ചാറ്റിങ്ങിലൊക്കെ ആയിരിക്കുമ്പോൾ പിന്നെ വിളിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ സലിം അഹമ്മദിൻ്റെ പത്തേമാരി കണ്ടിറങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഫോൺ എടുത്തിട്ട് എൻ്റെ അച്ഛനെ വിളിച്ചു, കുറേ സമയം സംസാരിച്ചു. അച്ഛൻ്റെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് ഇത്ര ദൂരം ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകായിരുന്നു. അങ്ങനെ ഒരു പ്രേക്ഷകൻ പറയണമെങ്കിൽ ഒരുപക്ഷെ ഇത് പറയുമ്പോൾ നമ്മുടെ
തൊണ്ട പോലെ ഇടറുന്നുണ്ട്. അത്ര ഹൃദയസ്പർശിയായിട്ട് ശ്രീ സലീം അഹമ്മദ് താങ്കൾ നന്നായി ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ആരുമല്ല, എങ്കിലും അത് പറഞ്ഞു പോവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഇപ്പം ഓരോരുത്തരും വിളിച്ച് പറയുന്നതും പ്രവാസികളാണെങ്കിൽ ഇവിടെയുള്ള, ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇത് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഏട്ടനെ വിളിച്ചു. ഏട്ടൻ ഒരു 60-65 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഗൾഫിലാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടാണ് പോയത്. ഞങ്ങളൊക്കെ പറഞ്ഞതാണ് പോകരുത്. എന്നിട്ട് വിളിച്ച് നിർബന്ധിച്ചു, തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരുപാട് ആളുകളിൽ പലതും, അതായത് 80 കാലഘട്ടത്തിൽ അനുഭവിച്ച ആളാണെങ്കിലും അതിന് ഇൻ ബിറ്റ്വീൻ അനുഭവിച്ച ആൾ, ഇന്ന് ഗൾഫിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഇപ്പം ചെന്നിട്ട് 3-4 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിൽ എന്താ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവാസി കടന്നു പോകുന്ന വഴികൾ അത് ഈ 2 മണിക്കൂർ സമയത്ത് എങ്ങനെയൊക്കെ കൊണ്ടുവരാം. ഇപ്പം 80 കാലഘട്ടം ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഓരോ സീനും അത് നമ്മൾ വളരെ ധാരണയിൽ വളരെ വ്യക്തമായ പ്ലാനിങ്ങിലാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത്. അയാൾ ഏത് വഴികളിലൂടെ കടന്നു പോയിരിക്കുക, ആ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഞാൻ ഓരോ സീനും വർക്ക് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അയാളുടെ ജോലി സ്ഥലം പറയാൻ പറ്റില്ല. 2, പിന്നെ ഫോൺ കോൾ. അന്നത്തെ ഒരു ഈ മാസങ്ങളോളം അല്ലെങ്കിൽ അടുത്ത മാസം 15-ാം തീയതി വിളിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ട് ഈ 15-ാം തീയതി ഇവർ വന്നിട്ട് ഒരു നാട്ടിലെവിടെയും അയാൾ അവിടെയും വിളിക്കുക. പിന്നെ ഈ 80കളിൽ ദുബായിൽ സജീവമായിരുന്ന ഒന്നായിരുന്നു ഖാദർ ഹോട്ടൽ. അത് നിങ്ങൾക്ക് നേരത്തെയുള്ള ദുബായിലുള്ള ആളുകളോട് ചോദിച്ചാൽ, ഏത് മലയാളി ആ കാലഘട്ടത്തിൽ ദുബായി ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഖാദർ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം. അത്രയ്ക്കും ഫെമിലിയർ ആയിരുന്നു ഖാദർ ഹോട്ടൽ സിനിമയിൽ വരുന്നുണ്ട്. അന്ന് അക്കാലത്തുണ്ടായിരുന്ന മലയാളികളുടെ എല്ലാം പോസ്റ്റ് ബോക്സ് നമ്പർ 1 അത് ഈ ഖാദർ ഹോട്ടലിലെ പോസ്റ്റ് ബോക്സ് നമ്പറായിരുന്നു. അത് ഈ സിനിമയിൽ പറയാതെ പറ്റില്ല. പിന്നെ പെട്ടിക്കെട്ടലും പെട്ടിപ്പൊളിക്കലും ഒരു ചടങ്ങായിരുന്നു. ഇന്നുണ്ട്. അത് സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചേർന്ന് എന്താ പറയുക, നിറച്ച് പിടിച്ച് കെട്ടുന്ന ഈ പെട്ടി ബോംബെയിൽ കസ്റ്റംസുകാരൻ തുറപ്പിക്കും. ഇവരനുഭവിച്ചൊരു ഭീകരതയാണ് അന്നത്തെ ബോംബെ കസ്റ്റംസ് എന്ന് പറയുന്നത്. ഈ കുത്തി നിറച്ച പെട്ടി ഇവർ ഈ എയർപോർട്ടിൽ വെച്ച് പൊളിച്ചു കഴിഞ്ഞാൽ ഇതൊരിക്കലും തിരിച്ചടക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ്, ഇത് ഒരാൾ വിചാരിച്ചാൽ പറ്റില്ല. പിന്നെ അങ്ങനെ ആ സമയത്ത് ഇവർ വേറൊരു ബാഗിൽ അല്ലെങ്കിൽ എന്തൊക്കെ എടുത്ത് തിരിച്ചു വെച്ചിട്ടാണ് ഇത് പോയിട്ടാണ് വെളിയിലിറങ്ങുക അന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നാട് തിരിച്ചു പോകുന്ന സമയത്തുള്ള ഈ ടെങ്കർ മൊഹല്ല എന്ന് പറയുന്ന ബോംബെയിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥലമില്ല, ഞാൻ പോയിട്ടുണ്ട്, അവിടെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ഈ ടെങ്കർ മൊഹല്ല എവിടെയാണെന്ന് വെച്ചിട്ട് അത് അന്ന് മലയാളികൾ ഇവിടുന്ന് ദുബായി പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും നേരിട്ട് വിമാനമില്ല. ബോംബെയിൽ വന്നിട്ട് പിന്നെ ബസ്സിലോ ട്രെയിനിലോ ആണ് വരേണ്ടത്. അപ്പോൾ അന്ന് ഈ വരുന്ന മലയാളികൾ വരുമ്പോഴും പോകുന്ന സമയത്തും തമ്പടിച്ചിരുന്നൊരു സ്ഥലമാണ് ഈ ടെങ്കർ മൊഹല്ല. അത് ലോഡ്ജുകളൊക്കെയാണ്. അങ്ങ് ഫോറിൻ സാധനങ്ങൾ, ഏത് സാധനം വേണമെങ്കിൽ അവിടെ ഫോറിൻ സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇവർ ഈ കൊണ്ടുവന്നിരുന്ന ഡോളറുകൾ മാറുക, അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ 80കളിലെ ദുബായ് പറഞ്ഞു പോകുമ്പോൾ ടെങ്കർ മൊഹല്ല പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ടെങ്കർ മൊഹല്ലയിൽ ഒരു സീൻ വരുന്നത്. പിന്നെ അന്നത്തെ കമ്മ്യൂണിക്കേഷൻ, പലരും ഈ പിന്നെ കത്തുകൾ അയച്ചിരുന്നത് ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവർ അങ്ങോട്ട് അയക്കുന്നതും ഇങ്ങോട്ട് അയക്കുന്നതും റെക്കോർഡ് ചെയ്ത കാസറ്റുകളായിരുന്നു. അത് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ 80കളിലെ ഈ കത്തുപാട്ട്, 80ലെ കത്തുപാട്ട് കേട്ടിട്ട് ഒരുപാട് യുവാക്കൾ ജോലി മതിയാക്കി നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കത്തുപാട്ട് എവിടെയെങ്കിലും കാണിക്കുക എന്നുള്ളത് 80കളിലെ ഗൾഫ് കാണിക്കുമ്പോൾ അത് ചെയ്യണം. പിന്നെ ഈ നാട്ടിൽ നിന്നുള്ള പല കാര്യങ്ങളും, അതായത് കുടുംബത്തിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പലരും അറിഞ്ഞത്. അപ്പം ആ രീതിയിലാണ് ഈ സിനിമയുടെ ഓരോ യാത്ര, ഓരോ സീനും അങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ശ്രീ സലീം അഹമ്മദ് സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ധൂമിലെത്തിയതിന്. ഇനിയും പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുണ്ട്. പ്രവാസത്തിൻ്റെ നോവിനെ കുറിച്ചായാലും നൊമ്പരത്തിനെ കുറിച്ചായാലും പത്തേമാരിയെ കുറിച്ചായാലും. വളരെയധികം നന്ദി ധൂമിൽ അതിഥിയായി എത്തിയതിന്. നമസ്കാരം.